Good afternoon to all. So last class we discussed about the third chapter, data structures and operations. So what are the things we studied? Data structures എന്താന്ന് ഡിസ്കസ് ചെയ്തു. Then different operations ഏതൊക്കെ, classification of data structures ഡിസ്കസ് ചെയ്തു. Classification of data structureൽ നമ്മൾ different types of linear data structures പഠിച്ചു. What are the different types of linear data structures? Stack, queue and linked list. Then we study about the different algorithms of stack and queue. Okay. Then now we'll discuss about section circular queue. So നമ്മൾ queue എന്താന്ന് പഠിച്ചു ഇല്ലേ? Queue എന്തായിരുന്നു? Q ഒരു linear data structure ആയിരുന്നു. It has two endpoints ഉണ്ടായിരുന്നു, rear end and front end. So circular queue എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Q തന്നെ എന്ത് ഫോമിലായിരിക്കും? മറ്റേത് ലീനിയർ ഒരു നേരെ ഇല്ലെങ്കിൽ ഒരു ലീനിയർ ഫോമിലായിരുന്നു നമ്മൾ സാധാ ക്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ സർക്കുലർ ക്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഫോംസ് ലൈക്ക് എ സർക്കിൾ. ഒരു സർക്കിൾ ഫോമിൽ ഫോം ചെയ്യണതാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കിൾ ഫോമിൽ ഫോം ചെയ്യുമ്പോൾ അതിനെന്ത് സംഭവിക്കും? ഇതിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ മീറ്റ് ചെയ്യും. മറ്റതിൽ രണ്ട് എൻഡുകൾ തമ്മിൽ സാധാരണ ക്യൂവിൽ രണ്ട് എൻഡ് തമ്മിൽ മീറ്റ് ചെയ്യില്ലായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് സർക്കുലർ ക്യൂ ടു എൻഡ്സ് ക്യാൻ ബി മീറ്റ് ഈച്ച് അതർ. അപ്പോൾ ഇത് രണ്ട് മീറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ക്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇൻ ലീനിയർ ക്യൂ ടു എൻഡ്സ് നെവർ മീറ്റ് അറ്റ് എനി പോയിന്റ്. ലീനിയർ ക്യൂവിൽ രണ്ട് എൻഡ്സുകൾ ഒരിക്കലും മീറ്റ് ചെയ്തിരുന്നില്ല. സോ ദർ ഈസ് എ വേസ്റ്റേജ് ഓഫ് സ്പേസ് ഇൻ ക്യൂ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ചില സ്ഥലങ്ങളിൽ മാത്രമേ അതിനകത്ത് ഡാറ്റാസ് ഉണ്ടാവുള്ളൂ, ചില സ്ഥലമൊക്കെ ഫ്രീ ആയിട്ട് കിടക്കില്ലായിരുന്നു അവിടെ പണി അല്ലേ? നമുക്ക് പറയുന്ന പൊസിഷനിൽ മാത്രമേ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊക്കെ പറ്റുള്ളായിരുന്നു. അതേസമയം സർക്കുലർ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സർക്കുലർ ക്യൂ ടു എൻഡ് പോയിന്റ്സ് മീറ്റ്. അതിൻ്റെ എൻഡ് പോയിന്റ്സുകൾ തമ്മിൽ എന്ത് സംഭവിക്കും? മീറ്റ് ചെയ്യും. ഓക്കെ. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുന്നത് ഇങ്ങനെ ഒരു ഫോമിൽ ഉണ്ടാവുന്ന ക്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കുലർ ക്യൂ. അതായത് 0 തൊട്ട് 7 വരെയുള്ള ലൊക്കേഷനിൽ, അതായത് 7 ലൊക്കേഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ടോട്ടൽ 0 തൊട്ട് 7 വരെയുള്ള ലൊക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് 0 തൊട്ട് 4 വരെയുള്ള ലൊക്കേഷനിൽ വാല്യൂസ് ഉണ്ട്. ബാക്കി എല്ലാം എന്തായിട്ടാണ് കിടക്കുന്നത്? ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ വേണമെങ്കിലും ഡാറ്റാസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തമ്മിൽ രണ്ടും കൂടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സർക്കുലർ ക്യൂൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ടു എൻഡ് പോയിന്റ്സ് തമ്മിൽ മീറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ക്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കുലർ ക്യൂസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റേജ് ഓഫ് സ്പേസ് ഉണ്ടാവില്ല. മറ്റേ ലീനിയർ ക്യൂവിൽ വേസ്റ്റേജ് ഓഫ് സ്പേസ് ഉണ്ടായിരുന്നു. ആ വേസ്റ്റേജ് ഓഫ് സ്പേസ് ഇല്ലാണ്ട് മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ എന്തിൽ പോസിബിൾ ആയിരിക്കും? സർക്കുലർ ക്യൂവിൽ പോസിബിൾ ആയിരിക്കും. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഓവർഫ്ലോ ഒക്കേഴ്സ് ഓൺലി ഇഫ്. ഇനി ഇതിനകത്ത് മറ്റേതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചു ഓവർഫ്ലോ അണ്ടർഫ്ലോ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സർക്കുലർ ക്യൂവിൽ ഓവർഫ്ലോ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ക്യൂ ഫുൾ ഫില്ലാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ മിക്കവാറും ഓവർഫ്ലോ സിറ്റുവേഷൻ ഇതിനകത്ത് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇറ്റ് അലോസ് ടു സ്റ്റോർ ഡാറ്റ വിത്തൗട്ട് ഷിഫ്റ്റിംഗ് എനി ഡാറ്റ ഇൻ ദി ക്യൂ. നമുക്ക് ഡാറ്റനെ മാറ്റാണ്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിൽ പുതിയ ഡാറ്റാസിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ മനസ്സിലായോ സർക്കുലർ ക്യൂ? സോ സർക്കുലർ ക്യൂ എന്ന് വെച്ചാൽ ഇറ്റ് ഫോംസ് ലൈക്ക് എ സർക്കിൾ ആൻഡ് ദർ ടു എൻഡ് പോയിന്റ്സ് ക്യാൻ ബി മീറ്റ് ഈച്ച് അതർ. So main advantages of circular queue. What is the limitation of linear queue is the wastage of space. This limitation can be avoided using circular queue. So what is the advantages of circular queue? The maximum utilization of space ആണ് സർക്കുലർ ക്യൂവിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതും കൂടെ ആ ക്യൂവിൽ ഒരു സെക്ഷനാണ് സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ സ്റ്റാക്ക് ആൻഡ് ക്യൂ നമ്മൾ കംപ്ലീറ്റ് ആയി. സ്റ്റാക്ക് ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് അൽഗോറിതംസ് ഓഫ് സ്റ്റാക്ക്. അതുപോലെ തന്നെ വാട്ട് ഈസ് ക്യൂ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അൽഗോറിതംസ് ഓഫ് ക്യൂ ഡിസ്കസ് ചെയ്തു. ദെൻ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് സർക്കുലർ ക്യൂ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ലിങ്ക് ലിസ്റ്റ്. നെക്സ്റ്റ് സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ ഡാറ്റ സ്ട്രക്ചറിലുള്ള നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിങ്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഡൈനാമിക്? അതായത് മെമ്മറി അലോക്കേറ്റഡ് ഇൻ റൺ ടൈമിലായിരിക്കും. റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ലിങ്ക് ലിസ്റ്റ് എന്ന് ചോദിക്കും. സോ എ ലിങ്ക് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ് എന്ന് പറയാം, ഇല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ ഐറ്റംസ് എന്ന് പറയാം നമുക്ക്. ഓക്കെ. അപ്പോൾ വാട്ട് യു മീൻ ബൈ ലിങ്ക് ലിസ്റ്റ്? ലിങ്ക് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ് ഓർ ഡാറ്റ ഐറ്റം. ഇനി ഒരു നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 പാർട്സ് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ ഞാൻ ഈ എക്സാമ്പിൾ കാണിച്ചത്. ഒരു നോഡ് എന്ന് പറഞ്ഞാൽ അതിന് 2 പാർട്സ് ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും? ഡാറ്റ ഉണ്ടായിരിക്കും, അതിനൊരു പോയിന്റർ ഉണ്ടായിരിക്കും.
ഓക്കെ. ഇപ്പോൾ ഡാറ്റ ഇപ്പോൾ ഏത് ഡാറ്റ ആവും, 101 102 അങ്ങനെ ഏത് ഡാറ്റ, ഇപ്പോൾ ഞാനിവിടെ എന്ന് കാണിച്ചേക്കണമെന്നേ ഉള്ളൂ. ഇനി പോയിന്റർ ഞാനിവിടെ ഡോട്ട് കാണിച്ചേക്കണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അഡ്രസ്സാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് ഏത് ലൊക്കേഷനിലേക്ക്, അടുത്ത ഡാറ്റ ഏതിലോട്ടാണോ നമ്മൾ പോകേണ്ടത് അതിനെ കണക്ട് ചെയ്യാനുള്ള അഡ്രസ്സാണ് നമ്മൾ എന്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത്, പോയിന്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരു അഡ്രസ്, മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ആണെന്ന് പറയുന്നത് പോയിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഡാറ്റയുടെ അഡ്രസ്സ് എന്താണോ അത് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, പോയിന്റേഴ്സ് യൂസ് ചെയ്യണം. Okay, so linked list is a dynamic data structure. That means the memory can be allocated during runtime. And a linked list is a collection of nodes or data items, and each node consists of two parts, data and a link or pointer. Data contains the value of the data, and link means it pointing to the next node. Link is a pointer to the next node in the list. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ച ഒരു ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് സെക്ഷൻസ് ഉണ്ടായിരിക്കും, ഡാറ്റയും പോയിന്ററും ഉണ്ടായിരിക്കും. പോയിന്റർ പോയിന്റിംഗ് ടു ദ നെക്സ്റ്റ് എലമെന്റ് ഓഫ് ദ ഡാറ്റ, അല്ലെങ്കിൽ ഇറ്റ് സ്പെസിഫൈ ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഡാറ്റ. അടുത്ത് ഇതിനകത്താണോ ലിങ്ക് പോകണം അതിന്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, പോയിന്റർ നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, ഇനി ഇത് തന്നെ സ്പെസിഫിക്കേഷൻ. ഇതാണ് ഇപ്പോൾ ഒരു പോയിന്റർ, ഒരു ലിങ്ക് ലിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഞാനിവിടെ പിക്ചറിൽ കാണിച്ചു തരുന്നത്. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് പറയുന്നുണ്ട്, ഒരു 1000 എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് വെച്ചിട്ടാണ് 1000. ആ അഡ്രസ്സ് അടുത്തയിലേക്ക് ലിങ്ക് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് രണ്ട് പാർട്സ് ഉണ്ട്, 10ഉം 1004ഉം ഉണ്ട്. 1004 എന്ന് പറഞ്ഞാൽ അടുത്ത ഡാറ്റ ലൊക്കേറ്റ്, കണ്ടോ 1004. അപ്പോൾ അടുത്ത അഡ്രസ്സ് ഏതാണോ അങ്ങോട്ടേക്ക് ലൊക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അടുത്ത നോഡിൽ എന്തൊക്കെ കിടപ്പുണ്ട്, 15ഉം 1008 കിടപ്പുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് ചെയ്യണത് എങ്ങോട്ടായിരിക്കും, 1008 എന്നുള്ള മെമ്മറി അഡ്രസ്സിലേക്ക് ആയിരിക്കും. ഇനി 1008ൽ നോക്കുമ്പോൾ 22 എന്നുള്ള വാല്യൂ ഉണ്ട്, അടുത്ത് എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യാനാണ് പറയുന്നത്, 1012ലേക്ക് പോയിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 1012ലേക്ക് പോയിന്റ് ചെയ്തു. അവിടെ എന്ത് കിടപ്പുണ്ട്, 50 എന്നുള്ള വാല്യൂം കിടപ്പുണ്ട്, 1001 എന്നുള്ള അഡ്രസ്സാണ് കിടക്കുന്നത്. സോ 1001 എവിടെയാണോ അങ്ങോട്ടേക്ക് വീണ്ടും പോയിന്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ലിസ്റ്റിൽ എന്തൊക്കെയോ ഒരു ഡാറ്റ ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് പോയിന്ററും ഉണ്ട്. ഈ പോയിന്റർ എന്ന് പറയുന്നത് അവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, അടുത്ത അഡ്രസ്സ് ഏതാണോ, ഏതിലോട്ടാണോ നമ്മൾ ലിങ്ക് പോകേണ്ടത് അതിന്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ മെമ്മറി ലൊക്കേഷൻ പറയാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി സപ്പോസ് ഈ ലാസ്റ്റ് പാർട്ടിൽ, ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ലാസ്റ്റ് പാർട്ടിൽ 1001 എന്നുള്ളതിൽ ഇവിടെ നൾ എന്നാണ് ഞാൻ എഴുതിയെന്ന് വിചാരിച്ചോ, 15 നൾ എന്നാണെങ്കിൽ, നൾ എന്ന് വെച്ചാൽ എന്താ മീനിങ്, ലിങ്ക് ലിസ്റ്റ് ഫിനിഷ് ആയി, ലാസ്റ്റ് നോഡാണ് ഇതാന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നള്ള് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നോക്കിയേ, ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഈസ് സ്റ്റോർഡ് ഇൻ എ സ്പെഷ്യൽ പോയിന്റർ. ലിങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യണ എന്തിനകത്തായിരിക്കും, സ്റ്റാർട്ട് ഇല്ലെങ്കിൽ ഹെഡ് എന്നും പറഞ്ഞിട്ടൊരു സെക്ഷൻ, അതാണ് ഇവിടെ 1001. അപ്പോൾ ആദ്യത്തെ അഡ്രസ്സാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ അഡ്രസ്സിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഒരു ഡാറ്റ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. അത് അടുത്തതിനെ പോയിന്റ് ചെയ്യും, അങ്ങനെ അടുത്തതിനെ പോയിന്റ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ലാസ്റ്റ് വരുമ്പോൾ അതിന്റെ ഏതെങ്കിലും ലാസ്റ്റ് നോഡിന്റെ മെമ്മറി അഡ്രസ്സ് നള്ളായിട്ടാണ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് എ എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്തായിരിക്കും, മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം. സോ ദർ ഈസ് നോ പ്രോബ്ലം ഓഫ് ഓവർഫ്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തിന്റെ സിറ്റുവേഷൻ ഉണ്ടാവണം, ഇവിടെ ഓവർഫ്ലോ സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഇറ്റ് ഗ്രോസ്. ഇപ്പോൾ പുതിയ ഐറ്റംസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ലിങ്ക് ലിസ്റ്റ് എന്താവും, ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും ലിങ്ക് ലിസ്റ്റിന്റെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. ബട്ട് ഇറ്റ് ഗ്രോസ് ആസ് വെൻ ന്യൂ ഡാറ്റ ഐറ്റം ആർ ആഡഡ് ആൻഡ് ഷ്രിങ്സ് വെൻ എവർ എനി ഡാറ്റ ഈസ് റിമൂവ്. പക്ഷേ ഏതെങ്കിലും ഒരു ഡാറ്റ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. പുതിയത് ആഡ് ചെയ്യുമ്പോൾ ലാർജ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ലിങ്ക് ലിസ്റ്റ് ഈസ് ക്രിയേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ്. ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ്, ഇപ്പം നമ്മൾ പോയിന്ററും വാല്യൂ ഒക്കെ വന്നത് ഏത് കൺസെപ്റ്റ്, ശരിക്കും സെൽഫ് റെഫറൻഷ്യലിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ഹെൽപ്പോടുകൂടെ ചെയ്യാനേ പറ്റുള്ളൂ, ശരിക്കും സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. The last node is a linked list has a null which marks the end of the list. ഇപ്പോൾ ലാസ്റ്റ് നോഡ് null ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കുന്നത്, അത് എൻഡ് ഓഫ് ദ ലിസ്റ്റ്, ലിങ്ക് ലിസ്റ്റിന്റെ എൻഡ് ആയെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് എപ്പോഴും എന്തായിരിക്കും, സ്റ്റാർട്ട് ഇല്ലെങ്കിൽ ഹെഡ് എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യണത്. ഇത് എങ്ങനത്തെ ഡാറ്റ സ്ട്രക്ചർ, ഇറ്റ് ഫോളോ എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ദാറ്റ് മീൻസ് ദ മെമ്മറി ക്യാൻ ബി അലോക്കേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം. And here there is no problem of overflow situations. If we add new item, the linked list will be grow up, and if we remove an item from the linked list, it can be shrinked. And if the linked list created with the help of a self-referential structures, and if the last node is a null character, it represents that it is the end of the linked list. Okay, ഇത്രയാണ് ലിങ്ക് ലിസ്റ്റിനെ പറ്റി പറയാനുള്ളത്.
ഇനി അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റ്. ഇംപ്ലിമെൻറ്റേഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് ലിങ്ക് ലിസ്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ലിങ്ക് ലിസ്റ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ മെയിൻലി 2 ways. വാട്ട് ആർ ദ സ്റ്റാക്ക് ആൻഡ് ക്യൂസ് യൂസ് ചെയ്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാക്കും ക്യൂവിൽ നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചാൽ അറേസ് യൂസ് ചെയ്തും പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തും വേണമെങ്കിൽ ചെയ്യാം. ഡൈനാമിക് ആയിട്ടാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാനേ പറ്റുള്ളൂ. അതേസമയം നോർമൽ സ്റ്റാറ്റിക് ആയിട്ടാണ് ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, അറേ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ദ ലിങ്ക് ലിസ്റ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് സ്റ്റാക്ക് ആൻഡ് ക്യൂ. ഇൻ സ്റ്റാറ്റിക് ലിങ്ക് ലിസ്റ്റ് വി യൂസിങ് array, and in the case of dynamic linked list we using self-referential structures. Okay, then next different operations on linked list. ഇതിനകത്ത് നിങ്ങൾ അൽഗോരിതംസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. സ്റ്റാക്കിൻ്റെയും ക്യൂവിൻ്റെയും അൽഗോരിതംസ് 4 അൽഗോരിതംസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഓപ്പറേഷൻസ് ഓൺ ലിങ്ക് ലിസ്റ്റ്. ഈ ഓപ്പറേഷൻസ് മെയിനായിട്ട് 4 ഓപ്പറേഷൻസ് ആണ് നമുക്ക് ലിങ്ക് ലിസ്റ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഏതൊക്കെ? ക്രിയേറ്റിംഗ് എ ലിങ്ക് ലിസ്റ്റ്, traversing a linked list, inserting elements to a linked list, deleting elements from a linked list. But there are 4 operations on a linked list. What are they? Creation, traversing, inserting and deleting. ഫസ്റ്റ് ക്രിയേറ്റിംഗ് എ ലിങ്ക് ലിസ്റ്റ്. ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡൈനാമിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. എ ലിങ്ക് ലിസ്റ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഡൈനാമിക്കലി അലോക്കേറ്റിംഗ് മെമ്മറി. അപ്പോൾ ഡൈനാമിക് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാം, മെമ്മറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണം. ന്യൂ വെച്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിലീറ്റ് യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യണം. എ ലിങ്ക് ലിസ്റ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ഡൈനാമിക്കലി അലോക്കേറ്റിംഗ് മെമ്മറി. ഓക്കെ, ഇനി ട്രാവേഴ്സിംഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രാവേഴ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റിംഗ് ഓൾ ദ എലമെന്റ്സ് ഇൻ എ അറേ. അതായത് ഇപ്പോൾ ഇവിടെ ട്രാവേഴ്സിംഗ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വിസിറ്റിംഗ് ഓൾ ദ നോഡ്സ് ഇൻ എ ലിങ്ക് ലിസ്റ്റ്. അതായത് ലിങ്ക് ലിസ്റ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും വിസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ട്രാവേഴ്സിംഗ് മീൻസ് വിസിറ്റിംഗ് ഓൾ ദ എലമെന്റ്സ് ഇൻ എ ലിങ്ക് ലിസ്റ്റ്. ട്രാവേഴ്സിംഗ് അപ്പോൾ ലിങ്ക് ലിസ്റ്റ് ഇപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ട്രാവേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യം നമ്മുടെ സ്റ്റാർട്ട് ഇല്ലെങ്കിൽ ഹെഡ് എന്നുള്ള നോഡ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിന്ന് അത് പറയുന്ന അഡ്രസ്സ് അനുസരിച്ച് ഓരോ അടുത്തടുത്ത നോഡ്സിലേക്ക് പോയിന്റ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ് നള്ളാണെങ്കിൽ നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ട്രാവേഴ്സിംഗ് മീൻസ് വിസിറ്റിംഗ് ഓൾ എലമെന്റ്സ് ഇൻ എ ലിങ്ക് ലിസ്റ്റ്. ട്രാവേഴ്സൽ ബിഗിൻസ് ഫ്രം ദ ഫസ്റ്റ് നോഡ്. ഫസ്റ്റ് നോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റാർട്ട് ഇല്ലെങ്കിൽ ഹെഡ് ആയിരിക്കും. ദ പോയിന്റ് സ്റ്റാർട്ട് ഗീവ്സ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. അപ്പോൾ സ്റ്റാർട്ടിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് സെക്കൻഡ് നോഡിലേക്ക് ലിങ്ക് ചെയ്യും, ദെൻ തേർഡിലേക്ക് ലിങ്ക് ചെയ്യും. ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ഫസ്റ്റ് നോഡ് പോയിന്റ്സ് ദ അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡ് ആൻഡ് ദ സെക്കൻഡ് നോഡ് ഓൺ ടു തേർഡ് നോഡ്, സോ ഓൺ. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. Then the traversal continues till the last node is reached contains null. അതായത് ലാസ്റ്റ് നോഡ് നൾ ആവണത് വരെ ആയിരിക്കും എന്ത് ചെയ്യണത്, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം സ്റ്റാർട്ട് തുടങ്ങും. സ്റ്റാർട്ടിൽ ഫസ്റ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കും നമുക്ക്. അതിനകത്ത് നിന്ന് അടുത്തതിൻ്റെ ലിങ്ക് കിട്ടും, ദെൻ അടുത്തതിൻ്റെ ലിങ്ക് കിട്ടും. അങ്ങനെ ലിങ്ക് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇത് സ്റ്റോപ്പ് ആവണ എപ്പോഴായിരിക്കും, ലാസ്റ്റ് ക്യാരക്ടർ നൾ ആവുമ്പോഴായിരിക്കും ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത്. ഓക്കെ, ദെൻ ഇൻസേർട്ടിങ് എലമെന്റ്സ് ടു എ ലിങ്ക് ലിസ്റ്റ്. ഇനി അടുത്തത് എങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റിലേക്ക് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണമെന്ന്. ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഡാറ്റ ഏതാണെന്നും അതിൻ്റെ അടുത്ത ഏത് അഡ്രസ്സാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ. ദ പ്രോസസ് ഓഫ് പ്ലേസിംഗ് എ നോഡ് ഇൻ എ പർട്ടിക്കുലർ പൊസിഷൻ ഈസ് കോൾഡ് ഇൻസേർഷൻ. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് ആ ഐറ്റംസിനെ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസേർഷൻ എന്ന് പറയുന്നത്. എ നോഡ് ക്യാൻ ബി പ്ലേസ്ഡ് എനിവേർ. ഒരു നോഡ് നമുക്ക് എവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്ലേസ് ചെയ്യാൻ വേണമെങ്കിൽ എൻഡിങ്ങിൽ പ്ലേസ് ചെയ്യാം. അത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ടു പ്ലേസ് എ നോഡ് അറ്റ് ദ ബിഗിനിങ് ബൈ കോപ്പിയിങ് ദ കണ്ടന്റ് ഓഫ് ദ സ്റ്റാർട്ട് പോയിന്റ് ടു എ പാർട്ട്. സ്റ്റാർട്ട് ഇൻ ടു ലിങ്ക് പാർട്ട് ഓഫ് എ ന്യൂ നോഡ്. അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ നോഡിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിൻ്റെ അഡ്രസ്സ് എന്തായിട്ട് കൊടുക്കണം, നമ്മുടെ പുതിയ നോഡിൻ്റെ അഡ്രസ്സായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതാണ് ടു പ്ലേസ് എ നോഡ് അറ്റ് ദ ബിഗിനിങ് ബൈ കോപ്പിയിങ് ദ കണ്ടന്റ് ഓഫ് ദ സ്റ്റാർട്ട് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് എ ന്യൂ നോഡ്. പുതിയ നോഡിൻ്റെ ലിങ്ക് പാർട്ട് ആയിരിക്കണം സ്റ്റാർട്ടിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ടു ഇൻസേർട്ട് എ നോഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അഡ്രസ് ഓഫ് എ ന്യൂ നോഡ് ഈസ് കോപ്പീഡ് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ലാസ്റ്റ് നോഡ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റിലേക്കാണ് ഇതിനെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് ആയിട്ട് ഏതിലാണോ പോയിന്റർ നിൽക്കണം ആ പോയിന്ററിൻ്റെ അഡ്രസ്സ് നമ്മുടെ പുതിയ ഇതിൻ്റെ അഡ്രസ്സ് എന്തിലോട്ടാണോ അത് മാറ്റി കൊടുക്കണം. അതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മെമ്മറി ലൊക്കേഷൻ എന്താണെന്ന് ഒന്നുകൂടെ കറക്റ്റായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
ഇനി അടുത്ത ഓപ്പറേഷൻ ആണ് ഡിലീറ്റിംഗ്. ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഐറ്റം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിലീറ്റിംഗ് എന്ന് പറയുന്നത്. Deleting is the process of removing a node from the list. To remove a node, either its position or data is given. അപ്പോൾ നമുക്കൊരു ഐറ്റത്തിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ഏതാണെന്ന് പറയണം, ഇല്ലെങ്കിൽ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഏതാണെന്ന് നമ്മളോട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഡാറ്റ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നിലുള്ള തൊട്ട് മുന്നിലുള്ള നോഡിന് നമ്മൾ അടുത്ത നോഡിൻ്റെ, ഇപ്പം റിമൂവ് ചെയ്തതല്ല അതിൻ്റെ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് വേണം നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ടു റിമൂവ് ദ ഫസ്റ്റ് നോഡ്, ദ ലിങ്ക് പാർട്ട് കണ്ടന്റ് ഓഫ് ഫസ്റ്റ് നോഡ് ഈസ് കോപ്പി ടു സ്റ്റാർട്ട്. അത് നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കണം, മാറ്റിയിട്ട് സ്റ്റാർട്ടിൻ്റെ അഡ്രസ്സ് വേറെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് 4 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ്. ഏതൊക്കെയായിരുന്നു? ക്രിയേറ്റിംഗ് എ ലിങ്ക് ലിസ്റ്റ്, ട്രാവേഴ്സിംഗ് എ ലിങ്ക് ലിസ്റ്റ്, ഇൻസേർട്ടിംഗ് എലമെൻറ്റ്സ് ഓഫ് എ ലിങ്ക് ലിസ്റ്റ് ആൻഡ് ഡിലീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സെക്ഷൻ തേർഡ് ചാപ്റ്ററിൽ. സോ ദ തേർഡ് ചാപ്റ്റർ ഈസ് ഓവർ. So we discuss about what is data structure and different classification of data structures, and what are the different types of linear data structures. Mainly 3 type of linear data structures. What are they? Stack, queue and linked list. We discuss about the algorithms of stack and queue. Then today we discuss about circular queue and what are the advantages of circular queue and example of circular queue. Then we will discuss linked list. Linked list, what is linked list, what are the advantages and features of linked list, and implementation of linked list in 2 ways, using arrays and using dynamic data structures, use arrays and self-referential structures. And next we discuss about different types of operations: creation, traversing, inserting and deleting. Okay, that's all today's class. Okay, thank you.